2 ദിവസം ഞാൻ വണ്ടിയിൽ ഉറങ്ങി. അതായത് ഫ്ലാറ്റ് നോക്കി നടക്കുക, വേറെ താമസം നോക്കി നടക്കുമ്പോൾ രാത്രി വണ്ടിയിൽ ഉറങ്ങുക. പക്ഷെ അന്ന് എന്നെ ആകെ മുന്നോട്ട് നയിച്ചത് ഞാൻ മ്യൂസിക് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് സിനിമകൾ കിട്ടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ്. ഹൃദയം ചെയ്യുന്ന സമയത്ത് വിനീതേട്ടൻ വരുന്ന നമ്മുടെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. ആ അപ്പാർട്ട്മെന്റിൽ ഒരു ലാപ്ടോപ്പും ഒരു ഫാനും മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ സ്പീക്കർ പോലും ഇല്ലായിരുന്നു. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ. ഹായ് നാന സിനിമ പല മുഹൂർത്തങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരാഴ്ചയോളം എനിക്ക് കീബോർഡ് തൊടാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഹായ് നാന ഫിലിം കഴിഞ്ഞതിന് ശേഷം 1 മാസം എടുത്ത് എനിക്ക് ഈ സ്റ്റുഡിയോയിൽ കയറാൻ. മനസാര ചെലിതാര നാഗുണ്ടലി മൊത്തം തവി. അങ്ങനെ നേരിട്ട് പോയി അനീൻ്റെ ഇതുപോലെ തന്നെ അനീൻ്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ് റെക്കോർഡൊക്കെ ചെയ്യുന്നത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്രോസസ്. ഒരുമിച്ചൊരു റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആരാധ്യ ആരാധ്യ ഹൈനാനയും ഖുഷിയൊക്കെ പോലുള്ള പടങ്ങൾ, ഈ പടങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവരുടെ ഒരു സൗണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ സൗണ്ടിങ് എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇപ്പോൾ എ റഹ്മാനോ വിദ്യാസാഗറും ഒക്കെ സൗണ്ട് ചെയ്യുന്ന സൗണ്ടിങ്, ഇപ്പോൾ ദീപക് ദേവ് ഇവിടെ ഷാൻ റഹ്മാനും ഒക്കെ സൗണ്ട് ചെയ്യുന്ന സൗണ്ടിങ്, ഈ സൗണ്ടിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. പുതിയ തലമുറയെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. അപ്പം പുതുതലമുറയെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഇപ്പോൾ സുഷിൻ ശ്യാമിൻ്റെ ഡ്രംസും ഇല്ലെങ്കിൽ ഒരു പ്രകടനങ്ങളും ഒക്കെ പുതുതലമുറയെ കൂടെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിൽ സൗണ്ടിങ് പ്രധാനമാണ്. എങ്കിലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നാഷണൽ വൈഡ് സോങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സ്കൂളാണ്, പ്രത്യേക സ്കൂളാണ്. അപ്പം ഓഡിയോ എഞ്ചിനീയറും കൂടെ ആയതുകൊണ്ട് ശരിക്കും ഈ സൗണ്ടിങ് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഈ നമ്മൾ മ്യൂസിക് പഠിക്കും പോലെ തന്നെ ഈ സൗണ്ടിങ്ങിനെ കുറിച്ച് അത്രയും ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ എ റഹ്മാൻ ഫാനും കൂടെ ആയതുകൊണ്ട് പുള്ളിയുടെ സൗണ്ടിങ് എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയും. എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഐ സ്റ്റിൽ ആം എ ലേണിംഗ് സ്റ്റുഡൻറ്റ്. ഞാൻ ഇപ്പോഴും ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഹായ് നാന ഫിലിം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഖുഷി ഫിലിം ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രഷറിലൂടെയായിരുന്നു നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്നത്. അതായത് ഇവർ മൈത്രി മൂവി മേക്കേഴ്സ് വിളിക്കുകയും 1 ദിവസം കൊണ്ട് ഒരു പാട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഫ്ലൈ ടു ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അന്നും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കമ്പോസിങ് ആണ്. അപ്പം ഞാൻ പറയും ഷുവർ ഐ വിൽ കം. അങ്ങനെ പോവുകയും ഒരു 4-5 ഡെമോസ് നമ്മൾ ഒരു ദിവസം ഒരു ഹോട്ടൽ മുറിയിൽ, എനിക്ക് ചുറ്റും ഒരു 10-15 പേരുണ്ട്. ഡയറക്ടറും എഡിയും പ്രൊഡ്യൂസറും എല്ലാവരും ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് അപ്പൊ ഡയറക്ടർ പാടുക തിരിച്ച് തനനന. അവിടെ അത് സംഭവിക്കുകയാണ്, അവിടെ ആ സോങ് സംഭവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഖുഷി അവിടെ അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കും. അപ്പൊ ആ ടൈമിൽ ഞാൻ ആകെ ചിന്തിച്ചത്, ഹൃദയം പോലെ എനിക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്നിനെയും ആലോചിക്കാണ്ട് എനിക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ലാൻഡ്സ്കേപ്പ്, അത് മാത്രം ആലോചിച്ചിട്ടാണ് ഈ പാട്ടുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ആ പാട്ടുകളും അവിടെ സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കപ്പെടുകയാണ്. അവിടെ വലിയ സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഈ പാട്ടുകളും നമ്മുടെ ഈ ഹംബിൾ അറ്റംപ്റ്റ് അവിടെ പോകുന്നത്. പിന്നീടാണ് ഹായ് നാന സംഭവിക്കുന്നത്. ഹായ് നാന സിനിമയും വിജയിക്കുകയും അതിലെ പാട്ടുകൾ ആൾക്കാരെ സ്വീകരിക്കുക, അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയെ മാറുന്നതും, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഈ സൗണ്ടിങ്ങിൻ്റെത് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ രേഷേട്ടാ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന പാട്ടുകളാണ് ഇപ്പം ഈ പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും. എല്ലാ ആൽബംസും ഞാൻ കേൾക്കും. ഞാൻ എൻ്റെ ടീമിനോടും ഞാൻ പറയും, കാരണം വളരെ നാരോ മൈൻഡഡ് ആയി പോവാൻ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് മ്യൂസിക് ഡയറക്ഷൻ. നമ്മൾ ഭയങ്കര സെൽഫ് ഒബ്സസ്ഡ് ആയി പോകും. എൻ്റെ സോങ്സ്, എൻ്റെ സോങ്ങിൻ്റെ റീച്ച്, എൻ്റെ സിനിമകൾ, ഞാൻ ചെയ്യുന്ന പാട്ടുകൾ, ഞാനെന്ന് പറഞ്ഞൊരു സാധനം അങ്ങ് കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞ് ട്രാവൽ ചെയ്യുന്നതിലാണ് നമ്മൾ വിജയിക്കുന്നത് എനിക്ക് വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ എൻ്റെ പാട്ടുകൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ മാത്രമേ നമുക്കും പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഐഡലിൽ നിന്ന് നമുക്കൊരിക്കലും റഹ്മാൻ സാറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്നെ ഇൻസ്പയർ ചെയ്യിപ്പിച്ചത് റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മൈ മ്യൂസിക് ഓൾസോ ക്യാൻ ഇൻസ്പയർ അനദർ മ്യൂസിക് കമ്പോസർ. അപ്പൊ അവിടെയാണ് അതിന്റെ വിജയം. തീർച്ചയായിട്ടും. കാരണം ഇപ്പം
മലയാളത്തിൽ എസ്പെഷ്യലി മലയാളം മ്യൂസിക് ഭയങ്കര ഇവോൾവ് ആവുകയാണ്. ഉം. ഇപ്പോഴുള്ള കറന്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്ന പാട്ടുകൾ ലിറിക്കൽ ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീൻ പ്ലേയിലൂടെ ലിറിക്സ് എങ്ങനെയൊക്കെ നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റുമോ, സൗണ്ടിങ്, ഈ പറയുന്ന പോലെ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ്, R&B, റാപ്പ് ആർട്ടിസ്റ്റുകൾ വരിക, ഇവരെയൊക്കെ ഇവോൾവ് ചെയ്യിപ്പിച്ച് പാട്ടുകൾ മലയാളത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉം. ഇതൊക്കെ കണ്ട് പഠിച്ച് നമുക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ട് ഇനി തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും, ഉം. ആ ആലോചനകളാണിപ്പോൾ ഉം. എനിക്കും. ഉം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇൻസ്പയറിംഗ് ആണ്. അതിലൊരു കൂടെ ഉണ്ട്. ഹിഷാം സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പഠിച്ച് പറയുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹിഷാം സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഐഡിയ സ്റ്റാർ സിംഗറിലേക്കാണ് ഫസ്റ്റ് വരുന്നത്. അതെ, അപ്പോഴാണ് നമ്മൾ ഹിഷാമിനൊരു വിസിബിലിറ്റി ഉണ്ടാവുന്നത്. തീർച്ചയായും. അതിനുശേഷമാണ് ഈ ഹൃദയം വരെ എത്തുന്ന ഒരു ഘട്ടവും അതിനുശേഷമുള്ള ഒരു ഘട്ടമാണ് നമ്മൾ കൂട്ടുന്നത്. എവിടെ നിന്നാണ് ഇത്തരം ഒരു ലേണിംഗ് ഉണ്ടായത്? ഇങ്ങനെ പറയാം ലൈഫിൽ നിന്നാണ്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ 2 ദിവസം വണ്ടിയിൽ ഉറങ്ങിയ ആളാണ്, വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്. അതായത് 2014, 2015 സിനിമ മാത്രം ആഗ്രഹിച്ചിട്ട് എനിക്കുണ്ടായിരുന്ന ജോലി, അതായത് ഞാൻ കോളേജിൽ പഠിച്ച് ദുബായിൽ നിന്ന് എനിക്ക് എൻ്റെ കോളേജ് ഓഫർ ചെയ്തതാണ് ജോലി. ആ ജോലി വേണ്ടാന്ന് വെച്ച് സാമി യൂസഫിനോട് വർക്ക് ചെയ്യാൻ പോയി. ഇതാണ് എൻ്റെ ലൈഫ്, എനിക്ക് ഫിലിം മ്യൂസിക് കമ്പോസർ ആവണം എന്ന് ആഗ്രഹിച്ച് നാട്ടിലേക്ക് വന്ന് ഞാൻ കൊച്ചിയിലേക്ക് വരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. എനിക്ക് അന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റിൽ ഞാൻ വന്ന് ഇവിടെ ഒരു 1-2 അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു. അവിടെ ഒക്കെ ഇരുന്ന് ഞാൻ ഷോർട്ട് ഫിലിംസും വർക്ക് ഉണ്ടായിരുന്നു ഒക്കെ ചെയ്ത് എനിക്ക് ഇറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ. കാരണം എനിക്ക് മനസ്സിലായി ഒരു സിംഗിൾ ഹാൻഡഡ്ലി ഫോക്കസ് ചെയ്യേണ്ടതാണ് മ്യൂസിക് എന്ന് മനസ്സിലായി. 2 ദിവസം ഞാൻ വണ്ടിയിൽ ഉറങ്ങി. അതായത് ഫ്ലാറ്റ് നോക്കി നടക്കുക, വേറെ താമസം നോക്കി നടക്കുമ്പോൾ രാത്രി വണ്ടിയിൽ ഉറങ്ങുക. പക്ഷെ അന്ന് എന്നെ ആകെ മുന്നോട്ട് നയിച്ചത് ഞാൻ മ്യൂസിക് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് സിനിമകൾ കിട്ടും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ചേട്ടാ. അപ്പോൾ ആ വിശ്വാസമാണ് ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ പറയുമ്പം ഈ വിശ്വാസം നമ്മളിലേക്ക് ആദ്യം വരണം. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സോൾട്ട് മാംഗോ ട്രീ സിനിമ രാജേഷ് ഏട്ടൻ അങ്ങനെ ഒരു അവസരം തരുന്നതും അതിലെ പാട്ടുകൾ ചെയ്യുന്നതും പിന്നെ അങ്ങോട്ട് ഓരോരോ പാട്ടുകൾ ചെയ്ത് ഓരോരോ പടങ്ങൾ ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ഹൃദയം ചെയ്യുന്ന സമയത്ത് വിനീതേട്ടൻ വരുന്ന നമ്മുടെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ആ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ലാപ്ടോപ്പും ഒരു ഫാനും മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ സ്പീക്കർ പോലും ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് 2009 പഠിക്കുന്ന സമയത്തുള്ള ഹെഡ്ഫോൺ അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ഹെഡ്ഫോൺ ഇത് മാത്രമേ ഉള്ളൂ, ഇതിലാണ് ഞാൻ പാട്ട് ചെയ്യുന്നത്. വിനീതേട്ടൻ നോബിളേട്ടൻ തരുന്ന അഡ്വാൻസിലാണ് അന്ന് എനിക്കൊരു അഡ്വാൻസ് കിട്ടി, ഒരു എമൗണ്ട് കിട്ടി. ഈ എമൗണ്ടിലാണ് ആ റൂമിൽ ഞാൻ AC ഫിറ്റ് ചെയ്യുന്നതും സ്പീക്കർ വാങ്ങുന്നതും വിനീതേട്ടൻ ഇരിക്കാനുള്ള സോഫയും വാങ്ങുന്നത്. ഈ സോഫ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതിന് ശേഷമാണ് പിന്നെ ഈ കാണുന്നതെല്ലാം. ഇന്ന് സ്റ്റുഡിയോ ഉണ്ട്, അസിസ്റ്റൻസ് ഉണ്ട്, ഐഷ ഹാപ്പിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം അന്ന് അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഈ ഫേസ്. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ മ്യൂസിക് കമ്പോസിങ് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അവർക്ക് അറിയില്ല. അവർ തിയേറ്ററിൽ കാണുന്ന ഒരു എൻറ്റിറ്റി മാത്രമാണ് സിനിമ. പക്ഷെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിൻ്റെ ലൈഫൊന്നും അവരറിയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ സ്ട്രഗിൾ അല്ലേ. പക്ഷെ ഇത് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളെന്ന രീതിയിൽ അവള് ഈ ഹൃദയം സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് രക്ഷേട്ടൻ പറഞ്ഞല്ലോ അന്നൊരു എല്ലാവരും കെട്ടിപ്പിടിക്കുന്ന സമയം. പക്ഷെ അന്ന് ഫസ്റ്റ് ഞാൻ ഹഗ് ചെയ്തത് ഐഷാനെയാണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ സിനിമ കാണുന്ന സമയത്തുള്ള പോലെ തന്നെ പാരലൽ സ്ട്രഗിൾ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഈ പാട്ടുകളിലും മിന്നൽക്കൊടി വരുന്ന സമയത്തും ഈ വീര്യമില്ലേ, അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഈ സോങ്സിലൊക്കെ വന്നിട്ടുള്ളത്. ഐഷന്റെ കാര്യം 1-2 പ്രാവശ്യം വന്നതുകൊണ്ടും ഡെഫിനറ്റ്ലി പേരൻസിന്റെയും ബ്ലെസ്സിങ് എല്ലാം ഉണ്ട്. അത് നിഷ്പക്ഷം പറയണം. അവരുടെ തിരിച്ചറിവും അവരുടെ കണ്ടെത്തലുകളും ആണ് ഒരുപക്ഷെ നമ്മൾ പാടാൻ പറ്റും, 3rd ക്ലാസ്സിൽ ഒക്കെ പാടാൻ പറ്റും, പ്രോഗ്രാംസിൽ നമ്മൾ പുഷ് ചെയ്ത് വിടുന്നതും ഉമ്മായും ഉപ്പായും അനിയനും എല്ലാവരും അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഐഷാന്റെ പേരൻസ് ആണെങ്കിലും നമ്മുടെ ഒരു ഫാമിലിൻ്റെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൽ ഏറ്റവും മുൻതൂക്കം ഞാൻ എപ്പോഴും ഐഷാനെ പറയും. കാരണം അവള് കണ്ടിട്ടുണ്ട് ഇതെല്ലാം. എൻ്റെ കൂടെ ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ അവള് ഫ്രണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഹൃദയം എന്ന് പറഞ്ഞ മനസ്സിൻ്റെ തുടക്കമുള്ള ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അത് ഐഷാന്റെ വോയിസ് ആണ്. ഇപ്പൊ പോകാനുള്ള വണ്ടി എന്ന് പറഞ്ഞ
അത് ഐഷാന്റെ വോയിസ് ആണ്. ഓ. അത് അവള് കാസർഗോഡുള്ളപ്പോൾ അവള് വേഗം വിനീതട്ടും പറഞ്ഞുതരാ, നീ ഒന്ന് ഐഷാനെ കൊണ്ടൊന്ന് ഒരു സാധനം ഒന്ന് പറയിപ്പിക്കുമോ. ആ സിനിമ തുടങ്ങുന്നതും അവളുടെ ആ ട്രെയിൻ നറേഷനിലാണ്. അപ്പൊ എനിക്കതൊരു ഫുൾ സർക്കിൾ ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. ഐഷയ്ക്ക് ചിലപ്പം അവൾക്കൊരു പക്ഷെ ഇതൊന്നും മനസ്സിലാവില്ല, അവൾക്ക് ആ സന്തോഷമായിരിക്കും എൻ്റെ വോയിസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെയും മേളിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണത് ആക്ച്വലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര സിങ്ക് ആണെന്ന് തോന്നുന്നു. പ്രൗഡഡ് ആണ് രണ്ടുപേരും. സിങ്ക് ആവണമല്ലോ, വി ഹാവ് ടു ബി ഇൻ സിങ്ക്. എന്നാലും നമുക്ക് നല്ല നല്ല വർക്കുകൾ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് യു ഹാവ് ടു ബി ഓൾവേസ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി. ഇപ്പോൾ ഈ സംസാരിക്കുമ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടും ഞാനത് കൂടുതൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദ മോർ സിങ്ക് യു ആർ ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ പേഴ്സണൽ ലൈഫ്, അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ മ്യൂസിക്കിൽ വരിക. അത് 100% അങ്ങനെയാണ്, അതിന് വേറെ ഒരു മാറ്റമില്ല. പക്ഷെ അവിടെ ഒരു എതിരെയുള്ള ചോദ്യം എന്ന് പറയുന്നത് പല ഇമോഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഈ ഇമോഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരണം. ആ ഇമോഷൻസ് ഒക്കെ എന്തായാലും മ്യൂസിക് ഡയറക്ടർ ഉൾക്കൊണ്ടാലേ പറ്റൂ. കാരണം ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെ തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പം അതും ഒരു പ്രശ്നമാണ്. ഇപ്പം പലതരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ പോലുള്ള സാധനങ്ങൾ വരുമ്പോഴും ചില മറ്റ് വികാരങ്ങൾ, അധമ വികാരങ്ങൾ എന്ന് വിളിക്കുന്ന സാധനങ്ങൾ പോലും നമുക്ക് കൊണ്ടുവരണം. അതിനെയും അവിടെ പ്രൊജക്റ്റ് ചെയ്യണം. അത് സ്കോർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക. അപ്പോഴൊക്കെ ചിന്തകളിൽ അത് പോകണം. നമ്മൾ വന്യമായിട്ടൊക്കെ ചിന്തിക്കേണ്ടി വരും. ആ സമയങ്ങളിലൊക്കെ ഇമോഷണലി കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ, ഇത് പ്രൊഫഷനായിട്ടല്ല, പലപ്പോഴും ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുമോ? ആ വികാരങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനോട് നമുക്ക് എന്ത് തരം കണക്ഷനാണ് ഉണ്ടാവുക? അതൊരു ഫേസാണ്. ഇപ്പോൾ ഹായ്നാന സിനിമ പല മുഹൂർത്തങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം എനിക്ക് കീബോർഡ് തൊടാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഹായ്നാന ഫിലിം കഴിഞ്ഞതിന് ശേഷം, അതായിരുന്നു എൻ്റെ ലാസ്റ്റ് റിലീസ്. ഒരു മാസം എടുത്ത് എനിക്ക് ഈ സ്റ്റുഡിയോയിൽ കയറാൻ. ഒരു മാസം എനിക്ക് ഈ സ്റ്റുഡിയോയിൽ കയറാൻ പറ്റിയിരുന്നില്ല. എൻ്റെ കൈ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പേഴ്സണലി അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കീബോർഡ് തൊടാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക്. കാരണം അത്രയും അധികം ഇമ്പാക്റ്റും ഇൻഫ്ലുവൻസും ആ സിനിമ എന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും അതെ, ഡയറക്ടറിനും ഒക്കെ ഇതേ അവസ്ഥയായിരുന്നു. അത്രയും നമ്മൾ സെൽഫ്ലെസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. നമ്മളെ കാണാൻ പറ്റും, കാണുന്നില്ലെങ്കിലും ആ സിനിമയിലൂടെ. അപ്പം അതിൻ്റെ ഇൻ്റർവെൽ സീക്വൻസ് ആണെങ്കിലും ക്ലൈമാക്സ് ഏരിയ ആണെങ്കിലും, നാനി സാറോട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സാറും പറയും, നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആയിരിക്കും ആ സിനിമ നമ്മുടെ ലൈഫിലുണ്ടായത്. അപ്പോൾ അത്രയും ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മ്യൂസീഷ്യനാണ്. എന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഇമോഷണൽ ബാലൻസ് എല്ലാം ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്താണ് ആ സംവിധായകന് വേണ്ടത്, ഈ സിനിമ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ആലോചനയാണ്. ഇത് എല്ലാ സിനിമയിലും സംഭവിക്കണം എന്നില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ചുറ്റും ഫേവറബിളായി വരണമല്ലോ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ മടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. അപ്പം എണീറ്റ് പോകാൻ തോന്നും, ഇല്ലെങ്കിൽ ഇറങ്ങി താഴേക്ക് പോകാൻ തോന്നും. അപ്പൊ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഇതിനിടന്ന് സ്കൂട്ടായി പോകാൻ തോന്നും. പക്ഷെ സ്കൂട്ടായി പോയാലും തിരിച്ചു വന്നേ പറ്റൂ. ഇത് മാനേജ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. അപ്പൊ എന്തായിരിക്കും ഇൻസ്പയറിംഗ് ആയിട്ട് തലയ്ക്കകത്ത് കൊടുക്കുന്നത്? ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഐഷുവായിട്ട് എപ്പോഴും ക്വാറൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ സ്റ്റുഡിയോയിലുള്ള സമയത്ത് ഒരു 10 to 12 hours ഞാൻ സ്റ്റുഡിയോൻ്റെ ഉള്ളിലാണ്. ഐഷു പുറത്താണ്, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം. അപ്പോൾ അവൾക്ക് നെയ്ബേഴ്സും അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അവൾ അതിൽ എൻഗേജ്ഡ് ആയില്ലെങ്കിൽ അവളും ഒറ്റപ്പെടും അല്ലേ? സ്വാഭാവികമായിട്ടും അവളും ഒറ്റയ്ക്കായി പോകും. ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് കഴിക്കാനായിട്ട്, ഇതൊക്കെ ഞാൻ പല ടെക്നീഷ്യന്മാരും ചെയ്യുന്നത് കണ്ടുപഠിച്ച കാര്യങ്ങളാണ്. ആ ലഞ്ച് ടൈമോ ഡിന്നർ ടൈമോ ആകുമ്പോൾ ഞാൻ വേഗം ചെല്ലും. എനിക്കപ്പോൾ അവളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ രാത്രി ഇപ്പം ഞാൻ ബെഡ് ടൈം സ്റ്റോറീസിന്റെ ബുക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് സ്റ്റോറി വായിക്കാം. അപ്പോൾ ഈ കുട്ടിത്തം ഉണ്ടല്ലോ, ഇത് നാച്ചുറലി നമ്മളിലുള്ള ഒരു സംഭവമാണ്. അതിനെ പുറത്തു കൊണ്ടുവരികയും അതിനെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യിക്കപ്പെടുന്ന അവിടെ നമുക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പ്ലേ സ്റ്റേഷൻ ഗെയിമറാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഈ മ്യൂസിക് അല്ലാതെ എൻ്റെ ആകെ ഡൈവേർഷൻ എന്ന് പറയുന്നത് ഗെയിംസ് കളിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അതെന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡൈവേർഷൻസിലേക്ക് മാത്രം
ഞാൻ നീക്കാൻ. അത് ഞാൻ എൻ്റെ ടീമിനോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഉം. ഈ ഹെൽത്തി ഡൈവേർഷൻസ് ആക്ച്വലി നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിന് വരുമ്പം ഭയങ്കര ഫ്രഷ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത്. പിന്നെ എനിക്ക് ഈ ജി ഐ ജോ എന്ന് അറിയുമോന്ന് അറിയില്ല. പണ്ട് ജി ഐ ജോസ് എന്ന് പറഞ്ഞാൽ, ജി ഐ ജോ ആക്ച്വലി ഒരു ക്യാരക്ടറാണ്. ഈ ഇപ്പം ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എൻ്റെ ഹാരി പോട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, കളക്റ്റിബിൾസ് സെലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ ഫാൻസിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ലൈഫിലേക്ക് വരാൻ തുടങ്ങിയപ്പം കുറച്ചും കൂടെ ഐ ഫെൽറ്റ് ദാറ്റ് ഐ എം ഹോം. അത് ചിലത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. ആക്ച്വലി ചിലത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡയറക്ടർ ഇപ്പോൾ ഇവിടെ 2 ആഴ്ചയായിട്ട് പുള്ളി നമ്മൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് പുള്ളി പറയാണ്, എനിക്ക് തല എന്തോ പോലെ വരുന്നു, എനിക്ക് ഭയങ്കര ക്ലോസ്ട്രോഫോബിയ അടിക്കുകയാണ്, എനിക്കൊന്ന് പുറത്തോട്ടൊക്കെ പോകണം, ഒന്ന് ബീച്ചിലോട്ടൊക്കെ പോകണം. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചത്, അപ്പം ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇതാണ് എൻ്റെ ഫേസ്. അപ്പം അവിടെ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമ്മൾ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ മൈൻഡിനെ ചെയ്യുന്നുള്ളത്. അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ യു ഹാവ് തിങ്സ് ദാറ്റ് ക്യാൻ മേക്ക് യു ഹാപ്പി. അതാണ് ഏറ്റവും പ്രധാനം. ഭയങ്കര ഒരു പ്രോസസ്സാണ് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ കൂട്ടിന് വരുമോ എപ്പോഴെങ്കിലും ഒക്കെ സംസാരിക്കാൻ? ആ തലത്തിലേക്ക് എത്തും. അല്ല, സിനിമകളുണ്ടല്ലോ, നമ്മൾ അപ്പോഴേക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഒരു സിനിമ വരും, പിന്നെ അതിന്റെ സ്കോറിംഗ് പ്രോസസ്സിലേക്ക് പോകും. അത് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് പേടിപ്പിക്കുന്നതല്ല, രസകരമായിരിക്കും. അല്ല, ചിലപ്പോൾ നമ്മളൊക്കെ ഇപ്പം നമ്മള് ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കും. ഇപ്പം ടോം ആൻഡ് ജെറിയിലെ പട്ടിയെ പോലെ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു ഒരു ഘട്ടത്തിൽ. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പം എനിക്ക് ആ ഡോഗിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അയാൾ ചില സമയത്തുള്ള മാനറിസംസ്, നോട്ടം, ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എവിടെയോ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ഇന്റർവ്യൂസ് കാണും. അതെൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഡയറക്ടേഴ്സിൻ്റെ, മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ. അപ്പോൾ അതിലൊന്ന് ഞാൻ രജിസ്റ്റേട്ടൻ്റെ ഇൻ്റർവ്യൂസ് എപ്പോഴും കാണാറുണ്ട്. സീരിയസ് ആയിട്ട് ഇതെൻ്റെ മോർണിംഗ് പ്രോസസ്സിലും രാത്രി എപ്പോഴും ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. എപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യും. കാരണം ചില ഇൻ്റർവ്യൂസ് ആണ് അവരെങ്ങനെയാണ് ഓരോ ഫേസസിലൂടെ കടന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. അവരുടെ സ്ട്രഗിൾസിൽ അവരെങ്ങനെയാണ് അത് ഫേസ് ചെയ്ത്, അവരെങ്ങനെയാണ് അതിനെ തരണം ചെയ്തതെന്നുള്ള പഠിക്കാൻ. അത് ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ അസിസ്റ്റൻസിനോട് പറയാം, ഇതൊന്ന് കണ്ടോ, ഈ ഇൻ്റർവ്യൂ ഒന്ന് കാണണം. റഹ്മാൻ സാറിന് ഇപ്പം ഈ പറഞ്ഞ പോലെ പല മ്യൂസീഷ്യൻസിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുമല്ലോ. അടിപൊളി. അപ്പോൾ ഹൈനാനയിലെ ഒരു സോങ്, പിന്നെ ഖുഷിയിലൊരു സോങ്. തീർച്ചയായിട്ടും. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ കൂടാനോർത്തല്ലേ, നിറയെ പിന്നെ ഖുഷിയിലെ మనసారా చలితారా నా గుండెలి మొత్తం తవ్వి తవ్వి చందనమంతా చల్లగా దోచావే, నీ వందల కొట్టి పండగలున్నా వెన్నెల మొత్తం నిండుగా ఉన్న ఆరాధ్య నారాధ్య, నువ్వే లేనిదేది వద్దు ఆరాధ్య, ఆరాధ్య నారాధ్య, నువ్వే లేనిదేది మొత్తం ఆరాధ్య. ഈ സോങ് കാശ്മീരിൽ ഷൂട്ട് അവിടെ നടക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഈ കുറെ ട്യൂൺ ചെയ്തു. അങ്ങനെ ഡയറക്ടർ പോയി ഒരു വെളുപ്പിന് 3 മണിക്ക് വന്നു റൂമിൽ. അപ്പം ഈ ഹോട്ടല് ചുറ്റും ഫുൾ മലകളാണ്. കാശ്മീരിൽ മൊത്തം സ്നോ മൗണ്ടൻസ് ആണ്. അപ്പം 4 മണിക്ക് വെളുപ്പിന് എന്നോട് സിറ്റുവേഷൻ പറഞ്ഞു നമുക്ക് രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് വേണം.
അപ്പം പുള്ളി ഉറങ്ങി. ഞാൻ 4 മണിക്ക് ജനലിൽ പുറത്തിരുന്ന് നോക്കിയിരിക്കുകയായി കീബോർഡുമായിട്ട്. അപ്പോഴാണ് ഈ സോങ് ട്യൂൺ വരുന്നത്. തരരാര. എന്നിട്ട് ആരാധ്യ എന്ന് പറഞ്ഞ പേര് ഈ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആരാധ്യ യൂസ് ചെയ്തിട്ട് ഈ പാട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ഈ ശേഷം മൈക്കിൾ ഫാത്തിമയിൽ ഒരു റാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റാപ്പിന്റെ ഒരു സ്വഭാവം ശരിക്കും അത് സ്വതന്ത്ര സംഗീതത്തെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ്. ഇല്ലെങ്കിൽ അതിനകത്താണ് ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ സ്വതന്ത്രമായ മോഹങ്ങളും ആശയങ്ങളും ഒക്കെ വെക്കുന്നത്. ഒരു സിനിമാ സംഗീതത്തിൽ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. റാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്, ഗായകരെ ഉപയോഗിക്കുന്ന സമയത്തും ഒരു യുണീക്നെസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. സിനിമയിൽ അത് ഉപയോഗിച്ചാലും ശ്രദ്ധിക്കപ്പെടും. ശേഷം മൈക്കിൾ ഫാത്തിമയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ വരുന്നു, ഇല്ലെങ്കിൽ ആരാണ് അതിന്റെ പിന്നിൽ? ആക്ച്വലി അതൊരു പൂർണ്ണ റാപ്പ് രൂപം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഒരു പറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. പന്ത് മറിയാണ് കണ്ട ഒരു 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 സ്റ്റേറ്റ്മെന്റ് പറയാണ് ആ സിറ്റുവേഷനിൽ. ആക്ച്വലി മനു ആണ് അത് സജസ്റ്റ് ചെയ്തത്, നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് സോങ് ചെയ്താലോ എന്നുള്ളത്. അത് ചെയ്തതിന് ശേഷം അനിരുദ്ധ് ഇതിലേക്ക് വരുന്നത്, ഇപ്പം നമ്മുടെ ഫിലിമിന്റെ പ്രൊഡ്യൂസേഴ്സ് ജഗദീഷ് പളനിസ്വാമി സാറും അവരായിരുന്നു ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പം അവരാണ് അനീനെ മാനേജ് ചെയ്യുന്നത്. അനീൻ്റെ പല സിനിമകളിലും അവരൊക്കെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റൂട്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് ജഗദീഷ് പറഞ്ഞത് നമുക്കിന്ന് എന്നാൽ അനിക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അനിയൊന്ന് ഭയങ്കര തിരക്കുള്ള സമയമാണ്. അങ്ങനെയാണ് പെട്ടെന്ന് നമുക്കെന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും മനുവും സുഹേലും കൂടെ, സുഹേലാണ് ലിറിക്സ് എഴുതിയത്, നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നേരിട്ട് പോയി ഇതുപോലെ തന്നെ അനീൻ്റെ സ്റ്റുഡിയോയിൽ തന്നെയാണ് റെക്കോർഡൊക്കെ ചെയ്യുന്നത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്രോസസ്. ഒരുമിച്ചൊരു റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആ പാട്ടിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ ലൈഫിൽ എനിക്ക് വന്നതാണ്. ഈ സുഹൈൽ കോയയുടെ ലിറിക്സ് ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ കടലും പൂവും കായലും ഒക്കെ എഴുതിയിരുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ നമ്മുടെ ഈ സറൗണ്ടിങ്സിലെ നഗരത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് വാക്കുകൾ, പുതിയ പിള്ളേരുടെ വാക്കുകൾ, ഇതൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു ലിറിസിസ്റ്റിനെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ മറ്റു തരത്തിലുള്ള ലിറിസിസ്റ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേകതയും പുതിയ കാലത്തെ പ്രതിനിധീകരിക്കാനും കഴിയുമ്പോൾ കുറച്ചുകൂടെ ഈസി ആവില്ലേ? നമുക്ക് ഏത് മീറ്റർ കൊടുത്താലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ എഴുതാം തക്ക തരത്തില്. മലയാളത്തിന് യോജിക്കാത്ത ചില മീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പൊ പിടിക്കുന്നുണ്ട്. അങ്ങനെ യോജിക്കായികയൊന്നുമില്ല. മലയാളം എന്ന് പറഞ്ഞൊരു പ്രത്യേക സംഭവമൊന്നുമല്ല. അപ്പൊ ആ പുതിയ കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലിറിസിസ്റ്റ് കൂടിയാണ് സുഹൈൽ കോയ. അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഉള്ള അഭിപ്രായം? എനിക്ക് തോന്നുന്നു ഞാനും ഇപ്പൊ ആക്ച്വലി ആ ഒരു സെർച്ചിങ് ഫേസിലാണ്. സത്യം പറയാം, ഞാൻ അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. അങ്ങനെയുള്ളൊരു മ്യൂസീഷ്യൻ്റെ ഒരു വേൾഡിലേക്ക് ഞാൻ പോയിട്ടില്ല ഇപ്പോഴും. കാരണം നമുക്ക് ചുറ്റും നടക്കുന്ന പല മ്യൂസിക്കും ഗംഭീരമായി വർക്കാവുന്ന കുറേ ട്രാക്കുകളാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് സുഹേലാണെങ്കിലും വിനായക് ആണെങ്കിലും ഒരുപാട് ലിറിക് റൈറ്റേഴ്സ് ഉണ്ട്. ആ ഒരു പട്ടികയിൽ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളായിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പാട്ടിൽ അതൊരിക്കലും തിങ്ക് ചെയ്യില്ല. അപ്പോൾ അവിടെയാണ് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇൻക്ലൂഷനും ഒക്കെ വരിക. ഇപ്പം റഫീഖ് സാറാണെങ്കിലും BK ചേട്ടനാണെങ്കിലും അവരുടെ എഴുത്ത് എന്ന് പറയുന്നത് പല ലിറിക് റൈറ്റേഴ്സിനും പല സ്റ്റൈലാണ് എഴുതുന്നത്. നമ്മൾ ഈ പല മ്യൂസിക് ഡയറക്ടേഴ്സ് പോലെ തന്നെയാണ് ഇവരും. പക്ഷെ എനിക്കെപ്പോഴും ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്താലും എനിക്ക് തിരുമേനി സാറിൻ്റെ അവിടെ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ തിരുമേനി ഒരു വളരെ ഒരു 1 to 2 hours നിന്നാണ് തിരുമേനി ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എംബോഡിമെന്റ് ആണ് തിരുമേനിയുടെ അടുത്തേക്ക്. പക്ഷെ പറഞ്ഞ പോലെ ചില പാട്ടുകളൊക്കെ ചില ലിറിക് റൈറ്റേഴ്സ് ആയിരിക്കും, അവരായിരിക്കും ചിലപ്പോൾ ഡയറക്ടർ അവരായിട്ടായിരിക്കും സിംഗർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് ഒരു പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലിറിക് റൈറ്റേഴ്സിനായിരിക്കും. അങ്ങനെയാണ് പല വർക്കുകളും പല ആൾക്കാർ ഏറ്റെടുക്കുക. അപ്പം ഞാൻ എപ്പോഴും നോക്കുന്നത് ഇവരൊക്കെ ആയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ, റാദർ ദാൻ സ്റ്റിക്കിങ് ഒരു ടീം എന്നതിലുപരി പല ടെക്നീഷ്യന്മാരായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിൽ നിന്ന് നമുക്കും കുറെ പഠിക്കാൻ പറ്റും. ചില നേരത്ത് നമ്മൾ പഠിക്കുന്നത് ഇത് നമുക്ക് പറ്റില്ല, നമുക്ക് ഇതേ പറ്റുള്ളൂ, ആ തിരിച്ചറിവ് ആക്ച്വലി ഉണ്ടാവും.
പക്ഷെ എനിക്ക് തോന്നുന്നു ഹിഷാമിൻ്റെ ഉള്ളിൽ, ഹിഷാമിൻ്റെ ജീവിതം പോലെ അല്ലെങ്കിൽ ഹിഷാമിൻ്റെ പറച്ചിൽ പോലെ ഹിഷാമിൻ്റെ ഉള്ളിൽ ഒരു മെലഡി കിടപ്പുണ്ട്. അത് നമ്മളെല്ലാവരെയും ഒരു മെലഡി സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെ ആവണമെന്ന് തന്നെയാണ്, ഒഴുക്കോട് കൂടി പോകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ചിലതൊക്കെ വേറെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒഴുകി ഈ പറയുന്ന കടലിലേക്ക് എത്താൻ, ശാന്തമായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കൈതപ്പുറത്തേക്ക് ചേർത്ത് വെച്ച് ഇങ്ങനെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊരു സിംഗർ കൂടി ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി ഒരിക്കലും ഒരു പെർഫോമർ അല്ല. ഞാനൊരു സ്റ്റേജ് പെർഫോമർ അല്ല. ഞാൻ സ്റ്റേജിൽ പോയാൽ ഞാൻ SPB സാറ് പാടുന്ന പോലെയോ അല്ലെങ്കിൽ ശങ്കർ സാറ് പാടുന്ന പോലെ എനിക്ക് അങ്ങനെ നിന്നിട്ടൊരു സ്ഥലത്ത് നിന്ന് പാടാനേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ എൻ്റെ ബോഡിക്കും ഫിസിക്കലി മെൻ്റലി എനിക്ക് അതേ പറ്റുള്ളൂ. പക്ഷേ അത് മാത്രമല്ല ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ സോങ്ങിനെ എനാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡാൻസ് പെർഫോമൻസിലൂടെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നവരും വേണം. രണ്ട് തരത്തിലുള്ള ആർട്ടിസ്റ്റുകളും വേണം. ഇപ്പം നമ്മൾ റാപ്പ് എന്ന് പറയും, ഇപ്പം നമ്മൾ വീക്കെൻഡ് അല്ലെങ്കിൽ എമിനം അല്ലെങ്കിൽ എഡ് ഷീറൻ, ഇവരൊക്കെ പെർഫോം ചെയ്യുമ്പം എഡ് ഷീറനൊക്കെ ഒരു ഗിറ്റാർ മാത്രമായിട്ടാണ് പെർഫോം. ഇപ്പം അരിജീത് സിംഗിൻ്റെ ലൈവ് പോയാൽ അവർ നിന്നിട്ടൊരു ഗിറ്റാർ മാത്രമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ബോയ്സോ എൻസിങ്കോ അല്ലെങ്കിൽ ബോയ് ബാൻഡ്സ് ഉള്ള ഒരു കാലഘട്ടത്തിൽ അവർ ഡാൻസ് ചെയ്താൽ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള പെർഫോമേഴ്സും വേണം. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ മ്യൂസിക്കിലുള്ളത്. മെലഡി കണ്ടൻസും ഉണ്ട്, പറയാൻ ആഗ്രഹിക്കുന്നത് ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന മ്യൂസിക്കും ഉണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ പറയുക, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന ട്രാക്കുകളും വരും. അത് നമ്മുടെ ഫിസിക്കലിയും നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന സാധനങ്ങളും അങ്ങനെയുള്ള ട്രാക്കുകളും വരും. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെരിയോനെ എന്ന് പറഞ്ഞൊരു സോങ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ട്രാക്ക് ഇതിൻ്റെ ഈ സോങ്സിൻ്റെ ഒക്കെ നടുവിലൂടെയാണ് ആ സോങ് വരുന്നത്. അപ്പോൾ അത് വീണ്ടും പ്രൂവ് ചെയ്യിക്കുകയാണ്. രണ്ട് കണ്ടന്റും നമ്മുടെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള പ്രൂവിംഗ് ആണത് ആക്ച്വലി. അടിപൊളി. അപ്പൊ നമുക്കൊരു പാട്ടും കൂടെ പാടി തൽക്കാലത്തേക്ക് സംഭാഷണം മുറിക്കാം. തീർച്ചയായിട്ടും. അടുത്തതില് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ജീവിതത്തെ കുറച്ചുകൂടെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സമയക്കുറവുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അതുകൊണ്ട് പറയൂ, തെലുങ്ക് സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ആക്ച്വലി രണ്ടും പാരലലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ സ്റ്റുഡിയോ ഇവിടെ ആലുവയാണ്. എൻ്റെ വീട്, ഞാൻ ഇവിടെ ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഏഷ്യ ഇവിടെയും എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിൽ തന്നെ നമ്മുടെ വർക്കുകളൊക്കെ നടക്കുന്ന. തെലുഗു ഫിലിംസ് വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഹൈദരാബാദിൽ പോകും. പിന്നെ ഇപ്പം ഡയറക്ടേഴ്സൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ അടുത്ത ഈ തെലുഗു ഫിലിമൊക്കെ വരുമ്പോൾ ഇനി ഡയറക്ടേഴ്സ് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ അവർക്ക് നാട് കാണാനും അവർക്കതൊക്കെ ഇഷ്ടമാണ്. അവരിവിടെ വരുമ്പോഴും ഇവിടെ അപ്പവും ഇതുമൊക്കെ കഴിക്കാനും അവർക്ക് ബീച്ചസ്, ആലപ്പുഴ ബീച്ചും കാണാനും ഇവിടെ അതൊക്കെ അവർക്ക് ഇഷ്ടമാവാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മൾ എനിക്ക് തോന്നുന്നു എന്നെ ഓർക്കുമ്പോൾ അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ. വേറെ വലിയ കാര്യമാണ് സംഭവിക്കുന്നത്. ആ ബിസിനസ് നമുക്ക് പഠിക്കാൻ പറ്റും. അവരുടെ ബിസിനസ് വലിയ ബിസിനസ് ആണ്. അപ്പൊ അത് നമുക്ക് ഇൻഡസ്ട്രിക്കും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ആൻഡ് ദേ റെസ്പെക്ട് അസ് എ ലോട്ട്. ആ ഇൻഡസ്ട്രിയിൽ പോയി ഇവിടുന്ന് നമ്മൾ പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അവിടെ ഉള്ള ഒരുപാട് മ്യൂസീഷ്യൻസും ടെക്നീഷ്യന്മാരും ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് അവർ ഇവിടെ കേരളയിൽ നിന്നൊരു മ്യൂസീഷ്യനെ അവർ കൊണ്ടുപോവുകയും അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത മ്യൂസിക്കിന്റെ ബലത്തിലാണ് അവർ അതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മലയാളം പാട്ട് തന്നെ കേട്ടിട്ടാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ വിജയമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മലയാളം സിനിമകൾ ഇനി അനൗൺസ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കുറെ സ്ക്രിപ്റ്റുകൾ കേൾക്കാറുണ്ട്, കുറെ കഥകളും കുറെ ഡയറക്ടേഴ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഞാനും അപ്രോച്ച് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഫേസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഞാൻ ഭയങ്കര കണ്ടന്റഡ് ആണ് ലൈഫിൽ. കാരണം ഇതൊന്നും ഇത്രയും പോലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ഇതൊക്കെ ദൈവം നമുക്ക് അറിഞ്ഞു തരുമ്പോഴും വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വി ഹാവ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ട്. ഇനി വരുന്നതൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫ്ലറിഷ് ചെയ്യാനും പഠിക്കാൻ പറ്റുന്ന പ്രോജക്ട്സ് ആണ് ഇനി അങ്ങോട്ട് എടുക്കാന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചൂസി ആയിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ എങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺതരി വാരിയെടുത്തതിൽ
കണ്ടില്ല കണ്ടില്ല നിൻ കനവ്, കണ്ടില്ല കണ്ടില്ല നിൻ കനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. എല്ലാം അങ്ങോട്ടേക്ക് അതെ 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 എല്ലാ ട്രാക്കും ഹിഷാമിന്റെ എല്ലാ ട്രാക്കും ഈ പാട്ടിലും ഉണ്ട്. നന്ദിയുണ്ട് ഈ പാട്ട് എൻ്റെ അവസാനം പാടി. താങ്ക് യു. താങ്ക് യു.